2023 തുടങ്ങിയ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിക്കണമെന്ന് ലോകം ഒന്നടങ്കം ആഗ്രഹിക്കുന്നതാണ്. ഗസ നഗരം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. കൂട്ടപ്പലായനത്തിനും നാശനഷ്ടങ്ങൾക്കുമൊടുവിൽ പട്ടിണി മൂലമാണിപ്പോൾ പലസ്തീനികൾ മരിച്ചു വീഴുന്നത്. ഖത്തറിന്റെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ചർച്ചകളിൽ ലോകം പ്രതീക്ഷയർപ്പിച്ചിരിക്കുമ്പോഴാണ് ഇസ്രയേലിന്റെ അപ്രതീക്ഷിത നീക്കം. വെടിനിർത്തൽ ചർച്ചകൾക്കെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ആക്രമണം നെതന്യാഹുവിന്റെ മാത്രം തീരുമാനമാണെന്നാണ് US പ്രസിഡന്റിന്റെ വാക്കുകൾ. അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന സമാധാന ചർച്ചകൾക്കിടെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കയ്ക്കും കടുത്ത അതൃപ്തിയുണ്ട്. അതേസമയം ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ഇപ്പോഴും ഇസ്രായേൽ. ഫൈസൽ ഹംസയും ആദിര ജെയിനും ആദിൽ പാലോടും എസ് രഞ്ജിത്തുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. നമുക്ക് ആദ്യം ഫൈസൽ ഹംസയിലേക്ക് പോകാം. ഫൈസൽ, വെരി ഗുഡ് ഈവനിങ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഗസയിലെ സമാധാന ചർച്ചകൾ വഴിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആക്രമണമായി ഇസ്രായേലിൻ്റെതെന്ന് നമ്മൾ പറയണം. ഇതിൽ പിന്നോട്ടില്ല സമാധാന ചർച്ചകളിൽ നിന്ന് എന്ന് ഖത്തർ പറയുമ്പോൾ പോലും അവിടെ എത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം, അതിനെ ഏത് രീതിയിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ കാണുന്നത്? ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പല പ്രതികരണങ്ങളും വരുന്നത്. ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അപലപിക്കുന്നത് നമ്മൾ കണ്ടു. ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുകയാണ് ഇതൊരു ഏകപക്ഷീയമായ തീരുമാനമാണ് എന്നുള്ളത്. ഏതായാലും എന്താണിപ്പോൾ നിലവിലെ ഒരു സാഹചര്യം? സമാധാന ചർച്ചകളുടെ തുടർന്നുള്ള പോക്ക് എങ്ങോട്ടാണ്? ഗുഡ് ഈവനിങ്. വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം വലിയ ആശങ്കയിലായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം ഗസയിൽ മരിച്ചു വീഴുന്നത് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ്. ആ തരത്തിൽ മാത്രമല്ല, നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഗസയിൽ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദുരിതത്തിന് അന്ത്യം കാണാൻ, അതോടൊപ്പം തന്നെ ഹമാസിൻ്റെ കയ്യിലുള്ള ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാൻ ഏക വഴിയായി ലോകം കണ്ടിരുന്നത് ഖത്തറിൻ്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന മധ്യസ്ഥ ശ്രമങ്ങളാണ്. പലതവണ ആ മധ്യസ്ഥ ശ്രമങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് തോന്നിപ്പിച്ചതുമാണ്. പക്ഷേ അവിടെയെല്ലാം ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി അതെല്ലാം ലംഘിക്കുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടത്. ഇന്നലെ നടന്നത് അത്തരത്തിലുള്ള മറ്റൊരു കാഴ്ചയായിരുന്നു. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് മധ്യസ്ഥ രാജ്യമായ ഖത്തറിൽ ഒരു ആക്രമണം നടക്കുന്നത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണമെന്ന് പറയുമ്പോഴും അത് ഖത്തറിൻ്റെ മണ്ണിൽ വെച്ചാണ് ആക്രമണം നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഖത്തറിനെതിരെ ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉറപ്പു നൽകിയിരുന്ന കാര്യമാണ്. പക്ഷേ ആ തരത്തിലുള്ള എല്ലാ ഉറപ്പുകളെയും ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ ഖത്തറിൻ്റെ ദോഹ നഗരത്തിൻ്റെ ഏറ്റവും കണ്ണായ പ്രദേശമെന്ന് തന്നെ പറയാവുന്ന വെസ്റ്റ് ബേ, നിരവധി രാജ്യങ്ങളുടെ എംബസികൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും സുപ്രധാനമായ കേന്ദ്രമായ ഈ വെസ്റ്റ് ബേയിലാണ് അത്തരമൊരു ആക്രമണം നടക്കുന്നത്. ആക്രമണത്തിൽ ഇസ്രായേൽ ലക്ഷ്യമിട്ടതുപോലെ വലിയ തരത്തിൽ ഉള്ള ഹമാസിൻ്റെ ഏറ്റവും ഉന്നതരായ നേതാക്കളെ കൊല ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ഹമാസിൻ്റെ 5 നേതാക്കൾ അവിടെ മരിച്ചു വീഴുന്നു. അതോടൊപ്പം തന്നെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും മരിച്ചു വീഴുന്നു. ഇങ്ങനെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുക എന്നതിനൊപ്പം തന്നെ ലോകത്തെ വലിയ ഒരു ആശങ്കയിലേക്ക് തള്ളിവിടുക കൂടിയാണ് ഇന്നലെ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. ഇനി എന്തായിരിക്കും ഗസ ചർച്ചകളുടെ, മധ്യസ്ഥ ചർച്ചകളുടെ ഭാവി എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഖത്തർ ആദ്യഘട്ടത്തിൽ അമേരിക്കയെ അറിയിച്ചതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇനി ഇത്തരത്തിലുള്ള യാതൊരു മധ്യസ്ഥ ചർച്ചകൾക്കും തയ്യാറല്ല എന്നുള്ളത്, ഇത് നിർത്തിവെക്കുന്നു എന്നുള്ളത്. പക്ഷേ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഇന്നലെ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഈ ഒരു ആക്രമണം കൊണ്ട് ഞങ്ങളുടെ മധ്യസ്ഥത വഹിക്കുക അല്ലെങ്കിൽ ഈ സമാധാന ദൂത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് ഇനി ഇരു പക്ഷത്തെയും, ഹമാസിനെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്താൻ സാധിക്കും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും കാണുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി കേഴുന്ന കുഞ്ഞുങ്ങളെ, ഒരാൾ പോലും മരിക്കാത്ത ഒരു വീട് പോലുമില്ല. കാലും കൈയും ഒക്കെ നഷ്ടപ്പെട്ട് അവിടുത്തെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ കാണുന്ന നീണ്ട നിര, അവിടേക്ക് പോലും ആക്രമണം നടത്തുന്നു. പട്ടിണി മരണങ്ങൾ ഒരു തുടർക്കഥയാകുന്നു. ആ സമാധാന ചർച്ചകൾക്ക് കൂടിയാണ് ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മറുഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ തള്ളിപ്പറയുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആക്രമണത്തെക്കുറിച്ച് ഖത്തറിന് വിവരം നൽകിയിരുന്നു എന്നുള്ള ഒരു പ്രസ്താവനയാണ്. പക്ഷേ ഖത്തർ ഇത് തള്ളിക്കളയുകയാണ്. ആതിര ജെയിൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ആതിര, ഇതിൽ കൃത്യമായി തന്നെ ഖത്തർ പ്രതിനിധി, നമ്മൾ ഇന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത് നമ്മൾ കണ്ടു. ഇത്തരത്തിൽ സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്കൻ പ്രതിനിധിയുടെ
ഇത്തരത്തിലുള്ള ഒരു ഫോൺ കോൾ വന്നത് എന്നതാണ്. ഏതായാലും അമേരിക്ക അറിഞ്ഞുകൊണ്ടല്ല ഈ ആക്രമണം എന്ന് പൂർണ്ണ തോതിൽ വിശ്വസിക്കാനാകുമോ? വിനീത വേണു, അതായത് US പ്രസിഡന്റ് പറയുന്നത് ഈ തീരുമാനം ഏകപക്ഷീയമാണ്, ഇസ്രയേലിന്റെ മാത്രം, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മാത്രം തീരുമാനമാണ്, അമേരിക്ക അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. യുഎസിനെ സംബന്ധിച്ച് യുഎസിന്റെ സഖ്യകക്ഷിയാണ് ഖത്തർ. ഖത്തറിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകൾ തന്നെ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ്. അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഹമാസ് നേതാക്കളുമായി ഖത്തറിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകൾക്കിടെയാണ് ഇത്തരമൊരു ആക്രമണം ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. അത് അമേരിക്കയ്ക്ക് ക്ഷീണമാണ്, തിരിച്ചടിയാണ്. അമേരിക്ക ഖത്തറിനെ ഈ ആക്രമണ വിവരം അറിയിച്ചിരുന്നുവെന്ന് ആദ്യം വാർത്തകൾ ഉണ്ടായിരുന്നു. വൈറ്റ് ഹൗസിൽ നിന്ന് ഉദ്യോഗസ്ഥൻ വിളിച്ചറിയിക്കുമ്പോൾ ശരിക്കും ഫൈറ്റർ ജെറ്റുകൾ ആകാശത്തുകൂടി പറക്കുകയായിരുന്നു, സ്ഫോടനം നടക്കുകയായിരുന്നു. സ്ഫോടന ശബ്ദം കേട്ടതിന് ശേഷമാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥൻ തങ്ങളെ ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞ് ഖത്തർ ആ വാദം തള്ളിക്കളയുകയാണ്. അവിടെ എതിരെ ഉയരുന്ന ഒരു ആരോപണം US അറിഞ്ഞാണോ ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയതെന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഇരട്ടത്താപ്പാണോ ഈ അഭിപ്രായങ്ങൾ എന്നൊരു ആരോപണം, എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഖത്തറിൽ ആക്രമണം നടത്താൻ ഇസ്രയേൽ അമേരിക്കയെ അറിയിച്ചിട്ടാണോ ആക്രമണം നടത്തിയത് എന്നാണ് ആരോപണം വരുന്നത്. പക്ഷേ അമേരിക്കയെ തള്ളിക്കളയുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം അമേരിക്ക അറിഞ്ഞിട്ടില്ല, ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ നടപടിയെന്നാണ്. കടുത്ത അതൃപ്തിയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണങ്ങൾ വന്നത്. അത് പുറത്തു കാണിക്കുന്നത് അമേരിക്ക അറിഞ്ഞിട്ടില്ല, ഇസ്രയേലിന്റെ കടന്നാക്രമണമായിരുന്നു എന്നാണ്. ഖത്തറിനെ സംബന്ധിച്ച്, അമേരിക്കയെ സംബന്ധിച്ച് ഖത്തർ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. അത്തരമൊരു പ്രദേശത്ത് സുരക്ഷയെ തന്നെ ബാധിക്കുന്നതാണ്. അത്തരമൊരു പ്രദേശത്ത് ഇത്തരമൊരു കടന്നാക്രമണം ഉണ്ടാകുകയും ഉദ്യോഗസ്ഥർ ഹമാസ് നേതാക്കൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ശരിക്കും ക്ഷീണമാണ്, തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇസ്രയേൽ ബന്ധത്തിൽ ഇനി ഉലച്ചിൽ ഉണ്ടാകുമോ, എങ്ങനെയാകും ഇതിനെ അമേരിക്ക നേരിടുക എന്നത്, ട്രംപിന്റെ പ്രതികരണം ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ശരി, ഏതായാലും ലോകരാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി തന്നെ ഈ ആക്രമണത്തെ അപലപിക്കുകയാണ്. മാത്രമല്ല സമാധാന ശ്രമങ്ങൾ അതിന് പിന്തുണ നൽകുന്നത് തന്നെയാണ് ലോകരാജ്യങ്ങളുടെ നിലപാട്. ഇന്ത്യ ഇക്കാര്യത്തിൽ സംയമനം പാലിക്കണമെന്നൊരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആദിൽ പാലോട് ചേരുന്നു. അതിൽ എങ്ങനെയാണ് ഈ നിലവിലുണ്ടായിരിക്കുന്ന സാഹചര്യത്തെ ഇന്ത്യ നോക്കിക്കാണുന്നത്? ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കണം എന്നൊരു നിലപാട് തന്നെയാണ് ഇന്ത്യക്കുള്ളത്. അതിൽ പക്ഷേ പലപ്പോഴും ഇസ്രായേലിനൊപ്പം ഉണ്ടോ എന്നൊരു സംശയം തോന്നിപ്പിച്ചിരുന്നു. ഈ ഏകപക്ഷീയമായ ആക്രമണത്തെ എങ്ങനെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്? ഇന്ത്യ ഇക്കാര്യത്തിൽ ആദ്യം തന്നെ ഈ സംഭവം നടന്നതിന് ഉടനെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം വന്നിരുന്നു. ആക്രമണത്തിൽ വലിയ ആശങ്കയുണ്ട് എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ പ്രതികരണമായി, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണമായി പുറത്തു വന്നിരുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് നയതന്ത്രത്തിലൂടെ ചെയ്യേണ്ടത് എന്നതായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. ഏതായാലും രണ്ട് രാജ്യങ്ങളും, ഖത്തറായാലും ഇസ്രയേൽ ആയാലും, ഇന്ത്യയെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിൽ പ്രധാനമാണ്, പല മേഖലകളിൽ പ്രധാനമാണ്. പലതരത്തിലുള്ള പ്രതിരോധ മേഖലയിൽ ഇസ്രയേലുമായി പലതരത്തിലുള്ള ബന്ധങ്ങളും കരാറുകളും ഇന്ത്യക്കുണ്ട്. ഒപ്പം ഖത്തറിന്റെ കാര്യമെടുത്താൽ പ്രവാസികൾ, ഇന്ത്യയിൽ നിന്നുള്ള നിരവധി ആളുകൾ, ഇന്ത്യൻ പൗരന്മാർ ഖത്തറിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. വലിയ ബന്ധമാണ്. ഖത്തറിൽ പ്രധാനമന്ത്രി യാത്ര ചെയ്യുകയും ഖത്തർ അമീറുമായി വലിയ സൗഹൃദം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളുമായി ഇന്ത്യക്ക് കൃത്യമായ ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. ഒരു പക്ഷത്തേക്ക് നിൽക്കുന്ന സാഹചര്യം ഇതുവരെ, ഒരു നിലപാടായി ഇതുവരെ വന്നിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ, സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തണം. ഇക്കാര്യം മേഖലയിലെ സ്ഥിതി ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ പ്രതികരണത്തിലും പറയുന്നത്. മാത്രമല്ല തുടർ പ്രതികരണങ്ങൾ, തുടർ സ്ഫോടനങ്ങളോ അക്രമങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നൊരു ആശ്വാസത്തിൽ കൂടിയാണ് ഇന്ത്യ ഉള്ളത്. വിനീത.